മലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്കുള്ള അനുമതിയിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തെ പൊളിച്ചടുക്കി മന്ത്രി എം പി രാജേഷ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ നയം. കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ സ്പിരിറ്റ് കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷത്തിന് എന്തിനാണ് വാശിയെന്നും മന്ത്രി ചോദിച്ചു. എലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്കുള്ള അനുമതിയിൽ പ്രതിപക്ഷ ചോദ്യങ്ങൾക്കാണ് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. കേരളത്തിൽ ഒരു തുള്ളി ENA ഉൽപ്പാദിപ്പിക്കുന്നില്ല. പൂർണ്ണമായും വരുന്നത് പുറത്തു നിന്നാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റും എത്തനോളും കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല. 30 കോടിയാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. പൂർണ്ണമായും വരുന്നത് നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ ഇനത്തിലെല്ലാം ഉള്ള പൈസ പൂർണ്ണമായും പണം പൂർണ്ണമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ സർക്കാരിൻ്റെ നയമാണ് ഡിസ്റ്റിലറികൾ അതുപോലെ എത്തനോൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നത്. കൂടുതൽ സംരംഭകർ വന്നാൽ മറ്റ് സ്ഥലങ്ങളിലും അപേക്ഷ ആയിട്ട് കൂടുതൽ സംരംഭകർ വന്നാൽ അതും പരിഗണിക്കും, അതും നിയമാനുസൃതം പരിഗണിക്കും. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, കർണാടകയിൽ നിന്ന് ചില കമ്പനികളുടെ പേര് കേട്ടല്ലോ. അവരപേക്ഷ സമർപ്പിച്ചാൽ അതും സുതാര്യമായി നിയമാനുസൃതം പരിശോധിക്കുകയും അത് പരിഗണിക്കുകയും ചെയ്യും. ഒയാസിസ് കമ്പനി ഒരിറ്റ് ഭൂഗർഭ ജലം എടുക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഉറപ്പുവരുത്തി ഒരിറ്റ് ഭൂഗർഭജലം ഊറ്റില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ സ്പിരിറ്റ് കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷത്തിന് എന്തിനാണ് വാശിയെന്നും മന്ത്രി ചോദിച്ചു. എന്റെ ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി? കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായും എന്ന വാശി എന്താണ്? ആന്ധ്രയിൽ നിന്നുള്ള തെലങ്കാനയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കേരളത്തിൽ വന്നു. പരോക്ഷമായിട്ടാണ് പറഞ്ഞത്. പരോക്ഷമായിട്ടാണ്. എന്തിനാ മറച്ചു വെക്കുന്ന കാര്യം? എന്തിനാ മറച്ചു വെക്കുന്നത്? നിങ്ങളെല്ലാം ഉന്നയിച്ച ആക്ഷേപമല്ലേ? അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ചോദ്യം, അവരെവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം എന്നാണ്. ഇപ്പോഴും അന്വേഷിക്കണം. അപ്പോൾ ത്രികാലജ്ഞാനം വേണം. ഈ അദൃശ്യമായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദൃശ്യമായിട്ട് വേണമല്ലോ വരാൻ. ഇവിടെ വന്നിട്ടില്ല. എന്ത് കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോൾ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ എം വി രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പോൾ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും 6 മാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാലജ്ഞാനം ഉണ്ടാവണം. ഇതാണ് സർ ആരോപണങ്ങളുടെ സ്വഭാവം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.